ഗീതാ ഗോവിന്ദം സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിനെ നോക്കി നമ്മുടെ ഗോവിന്ദ് വരുണിൻ്റെയും രേഖയുടെയും റൂമിൻ്റെ അടുത്ത് എത്തുകയാണ് കേട്ടോ. നമ്മുടെ ഗീതു അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ശേഷം എങ്ങനെയാണ് ഇപ്പോൾ ഗീതുവിനെ ഒന്ന് രക്ഷിക്കുക? ഇനിയിപ്പോൾ നേരിട്ട് പോയി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കണത് എൻ്റെ കാമുകിയല്ല, എൻ്റെ ഭാര്യയല്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെ പോയി അവളെ വിളിച്ചു കൊണ്ട് വന്നാലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ഇവരുടെ അടുത്ത് പറയണതിന് മുമ്പ് ആദ്യം രാധികാമ്മയുടെ അടുത്ത് പറയാൻ പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു കുട കാണും കേട്ടോ. എന്നിട്ട് ആ കുടയും കൊണ്ട് ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കി റെഡിയായി സെറ്റായിട്ട് വരികയാണ്. പ്ലാന് മൊത്തം മാറുകയാണ്. ആദ്യം വിചാരിച്ചു എല്ലാവരെയും അറിയിക്കുക, ആദ്യം തന്നെ രാധികാമ്മേനെ അറിയിക്കുക എന്നൊക്കെയായിരുന്നു ഗോവിന്ദ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കുട കാണുമ്പോൾ പ്ലാന് മാറുകയാണ്. എന്നിട്ട് ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുണിൻ്റെ റൂമിലേക്ക് കയറാനുള്ള പ്ലാനാണ് കേട്ടോ. അങ്ങനെ ശേഷം നമ്മുടെ വരുണിൻ്റെ റൂമിൽ നിന്ന് വരുണ് വേറെ ഏതൊക്കെയോ പെണ്ണിനെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്തായാലും ഇവിടെ വരും, നമുക്കിവിടെ 2 ദിവസം അടിച്ചു പൊളിക്കാമെന്നൊക്കെ ആ പെണ്ണിനോട് പറയുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു കാമുകയാണ്. ആ സമയം നമ്മുടെ ഗീതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അലമാരിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ഗീതു. അപ്പോൾ നമ്മുടെ രേഖയാണെങ്കിൽ പാല് കുടിച്ച് മയങ്ങി കിടക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വരുണാണെങ്കിൽ കാര്യത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട്. രേഖേച്ചിയുടെ അനുവാദം ഇല്ലാതെ ദേഹത്തോടെ ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് വരുൺ ആ കാര്യങ്ങളിലേക്ക് കിടക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു അവിടെയുള്ളൊരു ഫ്ലവർ വേസ് എടുത്ത് നമ്മുടെ വരുണിൻ്റെ തലയിൽ അടിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഗീതു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കുന്നുണ്ട്. അയ്യോ തട്ടിയെങ്ങാനും പോയോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. മൂക്കിൽ നോക്കുമ്പോൾ ശ്വാസമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആശ്വസിച്ച് നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദ് മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് റൂമിലേക്ക് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അത് ഒരു കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ആരാണാവോ എന്നും പറഞ്ഞിട്ട് കണ്ണ് മാത്രം കാണുന്നതുകൊണ്ട് ആരാന്ന് മനസ്സിലാവുന്നില്ല. പോരാത്തതിന് ഗോവിന്ദാണെങ്കിൽ മുഖം മൂടി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഗീതു പെട്ടെന്ന് വാതിൽ തുറന്ന് ഫ്ലവർ വേസ് കൊണ്ട് ഗോവിന്ദനെ അടിക്കാനായിട്ട് ഓങ്ങുമ്പോൾ ഇത് ഞാനാണെന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയാണ് കേട്ടോ ഗോവിന്ദ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ വീണ്ടും ആ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം തന്നെ പറയും, നമുക്ക് ഇപ്പം നടത്താമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയും, ഫസ്റ്റ് നൈറ്റ് പോയിട്ട് എനിക്കാണെങ്കിൽ മേലും കൈയും വേദനിച്ചിട്ട് പോയി, ഞാനാണെങ്കിൽ അലമാരയുടെ ഉള്ളിൽ ചുരുണ്ട് കൂടി കിടക്കുമായിരുന്നു, എൻ്റെ മേലും കൈയും വേദനിച്ചിട്ട് പോയി എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഗീതു ഭയങ്കര കരച്ചിലാണ് കേട്ടോ വേദനിച്ചിട്ട്. എന്നിട്ട് ഗോവിന്ദാണെങ്കിൽ കാലൊഴിഞ്ഞ് തരാമെന്നൊക്കെ പറയുമ്പോൾ ഗീതു വിചാരിക്കും, എന്നെ ബലം പ്രയോഗിച്ചൊക്കെ ചെയ്യിപ്പിക്കാനുള്ള പുറപ്പാടാണെന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ അതല്ല എന്നൊക്കെ പറഞ്ഞ് കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരുടെ വീണ്ടും നീണ്ടു പോകാമെന്നല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. എന്നാലും വരുന്ന എപ്പിസോഡിൽ അത് ഉറപ്പായിട്ട് നടക്കും. കാരണം ആ ഒരു പ്രൊമോ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു നടക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കുക, അടുത്ത ആഴ്ചയിലായിരിക്കും അതൊക്കെ നടക്കുന്നത്.